ഹായ്, നമസ്തേ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളുടെ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്? പല ബന്ധങ്ങളും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷേ ആ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 of Swords, the Hanged Man, Queen of Pentacles, 9 of Cups, the World, 3 of Wands. ഈ കാർഡ്സിലൂടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ മുൻപ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടതായിട്ടാണ്. രണ്ട് വ്യക്തിയിൽ ഏതോ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷന് തയ്യാറാകാതെയോ അല്ലെങ്കിൽ വിട്ടുനിന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നിങ്ങളുടെ ആ ഒരു ചിന്താഗതി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അവരുടെ ചിന്താഗതി മാറ്റി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ വേറിട്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആ ബന്ധത്തിലേക്ക് വന്നു എന്നിവിടെ കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു പ്രശ്നങ്ങളും കാണാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ഇപ്പോൾ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കോ എന്തോ ഒരു പിടിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് ഇൻവോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു വിലക്കുകളൊക്കെ കൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരുപക്ഷെ നിങ്ങൾക്കാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാം. അത് നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ വളരെ ഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബന്ധത്തിൽ എല്ലാ രീതിയിലും അവർ ആഗ്രഹിച്ച പോലെ ഒരു റിലേഷൻഷിപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. മുൻപേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവർ മറന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ബന്ധത്തിൽ അവർ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റിനോ മാരേജിനോ ഒക്കെ ഒരു സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ഒരു ലോകമായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ അവർ കാണുന്നത്. അവരുടെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളിലാണ് അവർ അർപ്പിച്ചിരിക്കുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധവും അല്ലെങ്കിൽ മുൻപോട്ട് അതൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ഈ ബന്ധത്തെ നോക്കിക്കാണുന്നത്. മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധം ഗ്രോ ചെയ്യാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഒന്നും കൂടി നർച്ചറായിട്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമുള്ള ഒരു റിലേഷൻഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു പുതിയ ലൈഫിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജേണിയിലേക്ക് കടന്നു കഴിഞ്ഞു എന്നും ഇവിടെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് എൻ്റെ റീഡിംഗ് റെസൊനേറ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.